3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഡിസൈന് ഫാബ്രിക്കിൽ വരച്ചിട്ട് ഇതുപോലെ റിങ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പം 3 ഫ്ലവറിന് 3 കളറാണ് കൊടുക്കുന്നത്. ആദ്യം കൊടുക്കുന്നത് ഇതുപോലെ ഒരു മെറൂൺ കളറാണ് ആദ്യത്തെ പൂവിന് കൊടുക്കുന്നത്. ഇനി ഫ്ലവർ ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മളൊരു പെറ്റൽ വെച്ചിട്ടാണ് ചെയ്ത് തുടങ്ങുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിന് പെറ്റലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഒരു ബോർഡർ ലൈൻ പോലെ വരച്ചിട്ട് താഴേക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ഫുൾ പെറ്റൽ ഇതുപോലെ നമ്മൾ ഒരു ഡയറക്ഷനിൽ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ പെറ്റലിന് ഒരു ഡബിൾ ഷെയ്ഡ് തോന്നാനായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളർ കൊണ്ട് വേറൊരു ബ്രഷിലാണ് ഞാൻ എടുക്കുന്നത്. ഒരു ചെറിയൊരു ഡോട്ടിട്ട് നമുക്ക് ഈ പെറ്റലിൻ്റെ താഴെ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആ 2 കളറും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഫ്ലവറിൻ്റെ ബാക്കി പെറ്റൽസും ഈ ഫ്ലവർ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ അതേ കളർ തന്നെ ഈ മുട്ടുകൾക്കും കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇനി ഈ ഫ്ലവറിൻ്റെ കളറിൽ അടുത്ത മുട്ടുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പെയിൻറ് എടുത്തിട്ട് നമ്മൾ വരച്ച് വച്ചിരിക്കുന്ന ഡിസൈനിലേക്ക് ഈ ഫ്ലവർ ചെയ്തതുപോലെ തന്നെ ഈ കളറിൽ പർപ്പിൾ കളർ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ട് വൈറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് മാത്രം അതിൻ്റെ എൻഡിലായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ലീഫ് ചെയ്തെടുക്കാനായിട്ട് ഗ്രീൻ കളറിൽ ഇതുപോലെ ബോർഡർ ഒന്ന് വരച്ചതിന് ശേഷം ലീഫിനുള്ളിൽ ഗ്രീൻ കളർ ഫില്ല് ചെയ്തെടുക്കാം. ഇനി യെല്ലോ കളർ കൊണ്ട് ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള തണ്ടും ഇലകളും എല്ലാം നമുക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ബോർഡർ ലൈൻ കൊടുക്കാം. ഇനി ഒരു ബ്രഷും ഉണ്ട്. ഇതുപോലെ 3D ഔട്ട്ലൈനറെല്ലാം ഒന്ന് പെറ്റലിനുള്ളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ലീഫിനും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.